പാരീസിലെ ചാംസ് എലീസി എന്ന രാജപാതയുടെ ഓരത്തുകൂടി നടക്കുകയാണ് ഞാൻ. നേരം രാത്രി 1:30, പുലർച്ചെ 1:30 എന്നു തന്നെ പറയാം. ഈ സമയത്തും ചാംസ് എലീസിയിലെ തിരക്ക് കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ജനം കൂട്ടം കൂടി നടക്കുന്നു. സുഹൃത്തുക്കളുടെ സംഘങ്ങൾ, കുടുംബാംഗങ്ങളുമൊത്ത് നടക്കുന്നവർ, ഭക്ഷണം കഴിച്ച് മടങ്ങുന്നവർ, ടൂറിസ്റ്റുകളുടെ ചെറിയ സംഘങ്ങൾ. ശനിയാഴ്ചയുടെ രാത്രിയാണ്. അതുകൊണ്ടുകൂടിയാവാം ആളുകൾ ഒരു വിശ്രമ മൂഡിൽ രാത്രി മുഴുവൻ നടന്നു തീർക്കാൻ തീരുമാനിക്കുന്നത്. ചെറിയ സംഘങ്ങൾ വഴിയോരത്തെ ബെഞ്ചുകളിൽ കഥ പറഞ്ഞങ്ങനെയിരിക്കുന്നു. പാതയുടെ ഇരുവശത്തും ക്ലാസിക് മന്ദിരങ്ങളാണ് കാണുന്നത്. സമ്പന്നരുടെ ഷോപ്പിംഗ് കേന്ദ്രങ്ങളാണ് ഇതെല്ലാം. ചാംസ് എലീസി എന്നത് രാജപാതയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരത്തെ ഓരോ കടയുടെയും വാടക എത്ര ഉയർന്നതായിരിക്കുമെന്ന് ഊഹിക്കാം. അങ്ങനെ നടക്കുമ്പോൾ അല്പം മുന്നിലായി ഒരു ജനക്കൂട്ടം കണ്ടു. അവിടെ നിന്നും സംഗീതം ഒഴുകി വരുന്നു. അതെന്താണെന്നറിയാനായി അവിടേക്ക് നടന്നു. ചാംസ് എലീസിയിൽ റോഡിനേക്കാൾ വീതിയിലാണ് ഇരുവശത്തും നടപ്പാതകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് രൂപപ്പെടുത്തിയ റോഡാണ്. ആളുകൾക്ക് നടക്കാനാണ് കൂടുതൽ സ്ഥലം ഒഴിച്ചിട്ടിരിക്കുന്നത്. ഇലക്ട്രിക് സ്കൂട്ടറിൽ ആളുകൾ നീങ്ങുന്നു. നഗരത്തിലെ ഗതാഗതത്തിന്റെ ഒരു സംവിധാനമാണത്. ആളുകൾ കൂടി നിൽക്കുന്നിടത്തേക്ക് ഞാൻ നടന്നെത്തി. അതിന് നടുവിൽ നിന്നും അറബി സംഗീതമാണ് കേൾക്കുന്നത്. ഈ കൂടി നിൽക്കുന്നവരിൽ ഏറെയും ഏഷ്യൻ വംശജരോ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ളവരോ ആണെന്ന് തോന്നും. കുറച്ച് സായിപ്പുമാരുമുണ്ട്. ഞാൻ ആ ജനക്കൂട്ടത്തിന് ചുറ്റുമൊന്ന് നടന്നു. ചെറിയ വിടവ് കിട്ടണമല്ലോ അതിനകത്ത് കയറി ചിത്രീകരിക്കാൻ. പാട്ടുമാത്രമല്ല, നൃത്തവും നടക്കുന്നുണ്ടവിടെ. ആളുകൾ മൊബൈൽ ഫോണിൽ അത് പകർത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ക്യാമറാമാൻമാരാണല്ലോ ഇപ്പോൾ. രാത്രി 1:30 കഴിഞ്ഞ നേരത്ത് ഇവിടെ നിൽക്കുന്ന ആളുകളുടെ ബാഹുല്യമാണ് അത്ഭുതപ്പെടുത്തുന്നത്. ഇവിടെയൊന്ന് നുഴഞ്ഞു കയറാൻ ഞാൻ തീരുമാനിച്ചു. ഒരു പാട്ടുകാരനുണ്ട്, ഒരു പയ്യനും. അവനും ഡാൻസ് കളിക്കും. പാരീസിൽ അറബ് വംശജരുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സംഗീതവും മറ്റും ഇപ്പോൾ തെരുവിൽ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. നേരത്തെ ഞാൻ ഇവിടെ വരുമ്പോൾ ഇതൊന്നും അത്ര പ്രകടമായിരുന്നില്ലെങ്കിലും ഇപ്പോൾ അറബ് സാന്നിധ്യം വളരെ കൂടുതലാണ്. അറബി സംഗീതം മാത്രമല്ല, അറബി നൃത്തവും നടക്കുന്നുണ്ടിവിടെ. മൊബൈൽ ഫോണിൽ ചിത്രങ്ങൾ പകർത്തുന്നു. അപ്പോൾ തന്നെ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. പാരീസിന്റെ തെരുവിൽ അർദ്ധരാത്രി കഴിഞ്ഞ് 1 മണി, പുലർച്ചെ 1 മണിക്കും 1:30ക്കും ഒക്കെ കാണുന്ന ജനക്കൂട്ടമായി കാണുന്നത് നിങ്ങൾ. കുറച്ചു നേരം അത് കണ്ടുനിന്നു. ഞാൻ നടത്തം തുടർന്നു. പലയിടത്തും ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. പലതരം കലാപരിപാടികൾ. ചില റെസ്റ്റോറന്റുകളും തുറന്നിരിക്കുന്നുണ്ട് ഈ സമയത്തിവിടെ. തെരുവോര റെസ്റ്റോറന്റുകളാണ്. ഇന്ത്യൻ വംശജരെയും അങ്ങിങ്ങു കാണാം. ഞാൻ വീണ്ടും നടന്നു. കുറെ നേരം കൂടി നടക്കാം. എനിക്ക് അല്പം ഭക്ഷണം വാങ്ങിക്കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. 1:30 മണി നേരത്തും ജനമിങ്ങനെ തെരുവുകളിലൂടെ ഒഴുകുകയാണ്. എല്ലാ വംശജരുമുണ്ട്. ഭിക്ഷക്കാരും പാരീസിലെ ഒരു കാഴ്ചയാണ്. റോഡ് ക്രോസ് ചെയ്യാൻ ഇത്തരം സംവിധാനങ്ങൾ പലയിടത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ലൈറ്റ് കാണുന്നിടത്തുകൂടി താഴേക്കിറങ്ങിയാൽ റോഡിനടിയിലൂടെ അത് ക്രോസ് ചെയ്യാം. പാതയോരത്ത് ടാക്സികൾ കിടപ്പുണ്ട്. രാത്രി വൈകിയാണ് ടാക്സികൾക്ക് കൂടുതൽ ഓട്ടം കിട്ടുക. പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഭാഗമായ ബസ്സുകളൊന്നുമില്ലാത്ത സമയമാണല്ലോ.
രാത്രിയിൽ സിറ്റി ടൂർ നടത്തുന്ന ബസ്സുകളാണിത്. പാരീസ് അറിയപ്പെടുന്നത് തന്നെ പ്രകാശത്തിന്റെ നഗരമെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ രാത്രി വളരെ വൈകിയും സിറ്റി ടൂർ ഉണ്ടാവും. ഈഫൽ ടവർ, കൊട്ടാരങ്ങൾ, മ്യൂസിയങ്ങൾ തുടങ്ങി ചരിത്ര നിർമ്മിതികളൊക്കെ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് കാണിക്കുന്ന ടൂറുകളാണ്. ചാംസ്-എലീസിയുടെ ഓരത്തുകൂടി ഞാൻ വന്ന വഴിയെ തിരിച്ചു നടക്കുകയാണ്. ഇടതുവശത്തെ കെട്ടിടങ്ങളിലുള്ള ഷോപ്പുകൾ മിക്കതും അടച്ചു കഴിഞ്ഞു. അപൂർവം റെസ്റ്റോറന്റുകൾ മാത്രമേ ഈ നേരത്ത് തുറന്നിരിക്കുന്നുള്ളൂ. ഇവിടുത്തെ മാരിയറ്റ് ഹോട്ടലാണിത്. ഈ ഹോട്ടലിലൊക്കെ ഒരു മുറിയുടെ ദിനവാടക എത്രയെന്നറിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. ഞാൻ താമസിക്കുന്ന ഉൾവഴിയിലുള്ള ചെറിയ ഹോട്ടലിലെ മുറിക്ക് 15,000 രൂപയാണെങ്കിൽ ഇവിടെ 36,000 രൂപ നൽകണം. ഞാനിനി ഹോട്ടലിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. എപ്പോൾ തുടങ്ങിയ യാത്രയാണ്. ഉറക്കമില്ലാത്ത യാത്രകൾ. വിമാനത്തിലിരുന്ന് ചെറിയ ഉറക്കങ്ങൾ ഉറങ്ങി എന്നുള്ളതല്ലാതെ നല്ലൊരു ഉറക്കം സാധ്യമായിട്ടില്ല. ഇന്ന് പകൽ ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നതെല്ലാം നഷ്ടപ്പെട്ടുപോയി. നാളെ രാവിലെ എണീറ്റ് ഇന്ന് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതെല്ലാം ക്യാമറയിലാക്കിയ ശേഷം വേണം പാരീസിൽ നിന്നും യാത്രയാവാൻ. ഈ ഇടത്തെരുവിലാണ് എന്റെ ഹോട്ടൽ. ഇടത്തെരുവിലൂടെ നടന്നു. ഇതാണ് ഹോട്ടൽ കൊളീസി, ഞാൻ താമസിക്കുന്ന ഹോട്ടൽ. 15,000 രൂപ വാടകയുള്ള മുറിയിൽ ഒരു രാത്രി തികച്ചും ഉറങ്ങാൻ നേരം കിട്ടിയില്ല. രാവിലെ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി. നേരം 7:30. ഇപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യുകയാണ്. പാരീസിലെ ചില കാഴ്ചകൾ കൂടി രാവിലെ ഷൂട്ട് ചെയ്ത് തീർക്കണം. ഇന്നലെ പദ്ധതിയിട്ട പ്രകാരം ഷൂട്ട് ചെയ്യാനാവാത്ത ചില കാഴ്ചകൾ. പെട്ടെന്ന് തന്നെ റെസ്റ്റോറന്റിലേക്ക് ചെന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രെഡിന്റെ വകഭേദങ്ങളും യോഗർട്ടും കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസും ഓംലെറ്റും മുട്ട പുഴുങ്ങിയതുമൊക്കെയുണ്ട്. സാധാരണ എല്ലാ കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റും ഇങ്ങനെ തന്നെയാണ്. ഹാമും ബ്രെഡുമായി ലളിതമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അല്പം കോൺഫ്ലേക്സും. എനിക്ക് രാവിലെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് കോൺഫ്ലേക്സ് ആണ്. അത് കഴിച്ചു. ഒരു മുട്ട പുഴുങ്ങിയത് കഴിച്ചു. ബ്രെഡും. കോൺഫ്ലേക്സ് കുറച്ചുകൂടി എടുത്തു. ഇന്ന് ഏറെ ദൂരം നടക്കാനുള്ളതാണ്. അതിനുള്ള ഊർജം സംഭരിക്കണം. എനിക്ക് രാവിലെ ഹെവി ഫുഡ് കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല. റെസ്റ്റോറന്റിൽ നിന്നും ഇറങ്ങി. ചെക്കൗട്ട് ചെയ്യാനായി റിസപ്ഷനിലേക്ക് ചെന്നു. അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ ബാഗ് ഇവിടെ വെച്ചിട്ട് ഞാൻ പോവുകയാണ്. പെട്ടെന്ന് തന്നെ എന്റെ ബില്ലുകൾ റെഡിയാക്കി തന്നു. ഞാൻ ഹോട്ടലിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇനി ട്രയംഫ് ആർച്ച് കാണാൻ പോവുകയാണ്. ഇവിടെ അടുത്തു തന്നെയാണ് ട്രയംഫ് ആർച്ച്. അതൊന്ന് ഷൂട്ട് ചെയ്യണം. ചാംസ്-എലീസി എന്ന തെരുവിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ ഓരത്തെ ഫുട്പാത്തൊക്കെ കഴുകിയിട്ടിരിക്കുകയാണ്. സോപ്പിട്ട് കഴുകിയിരിക്കുന്നു. വെളുപ്പിന് തന്നെ ഒരു യന്ത്രം വന്ന് ഇതെല്ലാം കഴുകിയിട്ട് പോകും. രാവിലെ നഗരം ശാന്തമാണ്. ഒട്ടൊക്കെ വിജനവുമാണ്. വാഹനങ്ങൾ നന്നേ കുറവ്. ഞായറാഴ്ചയുടെ പ്രഭാതമാണല്ലോ. ഇന്നലെ രാത്രിയിലായിരുന്നു ഇതിലേറെ തിരക്കെന്ന് എനിക്ക് തോന്നി. നല്ല വെയിൽ പരന്നിരിക്കുന്നു. സമ്മറിന്റെ ദിനങ്ങളാണ്. അങ്ങകലെ ആ കാണുന്നതാണ് ട്രയംഫ് ആർച്ച്. നമ്മുടെ ഇന്ത്യ ഗേറ്റ് പോലെ പാരീസിന്റെ ലാൻഡ്മാർക്കാണത്. അതിന്റെ ചുവട്ടിലേക്ക് പോകണം. ഏതാണ്ട് 1/2 കിലോമീറ്റർ നടക്കണം. 16 നില കെട്ടിടത്തേക്കാൾ ഉയരമുള്ള കമാന ഗോപുരമാണത്. അവിടേക്ക് ഇതിലെ നേരെ നടക്കാം. പാരീസ് പോലുള്ള യൂറോപ്പിലെ എല്ലാ നഗരങ്ങളിലും ആളുകൾ പരമാവധി നടക്കുകയാണ് ചെയ്യുക. സ്വദേശികളും ടൂറിസ്റ്റുകളുമെല്ലാം നടക്കുന്നു. അത് പറ്റാത്തവർക്ക് വേണ്ടി സൈക്കിളും ഇത്തരത്തിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുമുണ്ട്. വാടകയ്ക്ക് ലഭിക്കുന്നതാണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ. ക്രെഡിറ്റ് കാർഡിലൂടെ വാടക നൽകി ഉപയോഗിക്കാം. ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. കയറി നിന്നാൽ മതി. ചിലയിടത്ത് കയറ്റമൊക്കെ വരുമ്പോൾ ഒന്ന് തുഴഞ്ഞു കൊടുക്കണമെന്ന് മാത്രം.
നഗരത്തിലൂടെ യാത്ര ചെയ്യാൻ ഏറ്റവും സൗകര്യപ്രദമാണത്. ശരിക്കും നമ്മുടെ നഗരങ്ങളിലും ഇത് വരേണ്ടിയിരിക്കുന്നു. ഇലക്ട്രിക് സ്കൂട്ടർ ഇവിടെ പലയിടത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ വഴി പണമടച്ചാൽ ഇതെടുക്കാനാവും. ലൈം ബൈക്ക് എന്നാണ് ഇതിവിടെ അറിയപ്പെടുന്നത്. ഈ സ്റ്റാൻഡിലാണ് സൈക്കിൾ ലോക്ക് ചെയ്തു വെക്കുന്നത്. മൊബൈൽ ഫോൺ വഴി പണമടച്ചാൽ ഇതെടുക്കാനാവും. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഞാൻ ട്രയംഫ് ആർച്ച് ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഇപ്പോൾ അധികം ആളുകളെ കാണുന്നില്ലെങ്കിലും രാവിലെ 10 മണി കഴിയുമ്പോഴേക്കും ഇവിടെ ജനം നിറഞ്ഞൊഴുകാൻ തുടങ്ങും. ഉച്ചയാവുമ്പോഴൊന്നും ഇവിടേക്ക് അടുക്കാനാവില്ല. അത്രയ്ക്ക് തിരക്കാവും. ഏതു ദിവസത്തെയും കാര്യമാണത്. ഇപ്പോൾ കടകളൊന്നും തുറന്നിട്ടില്ല. ഞായറാഴ്ചകളിൽ കടകൾ ഇങ്ങനെ അടഞ്ഞുകിടക്കാൻ സാധ്യതയില്ല. ലിവൈസ് ഉൾപ്പെടെയുള്ളവയുടെ ഷോറൂമുകളെല്ലാം അല്പം കഴിയുമ്പോൾ തുറക്കും. പലതരം ഷോപ്പുകൾ, മിക്കതും തുറന്നു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഷോപ്പിങ്ങിന് വരിക വലിയ സെലിബ്രിറ്റികളാണ്. ലോകത്തെ ഏറ്റവും പ്രമുഖമായ ഫാഷൻ ബ്രാൻഡുകളുടെ എല്ലാം ഷോറൂമുകൾ ചാംസ് എലീസിയിലുണ്ട്. ഈ പാതയോരത്തെ കെട്ടിടങ്ങൾക്ക് ഭീമമായ വാടകയാണ്. അതുകൊണ്ട് തന്നെ വഴിയോര റെസ്റ്റോറന്റുകളിൽ പോലും സാധനങ്ങൾക്ക് വലിയ വിലയുമാണ്. പാരീസിലെ ഏറ്റവും പ്രമുഖമായ സ്ട്രീറ്റ് ഇതാണ്. ലോകത്തെ ഏറ്റവും പ്രധാന കമ്പനികളും ബ്രാൻഡുകളും ഇവിടെ തങ്ങളുടെ ഒരു ഷോറൂം തുടങ്ങാൻ താൽപ്പര്യപ്പെടുന്നു. ഡയാന രാജകുമാരിയെ പോലുള്ളവരാണ് ഇവിടെ ഷോപ്പിങ്ങിന് വന്നുകൊണ്ടിരുന്നത്. അത്രയും പ്രൗഢമായ സ്ഥലമാണ്. രാവിലെ ഈ നടന്നു പോകുന്നത് മിക്കവാറും ടൂറിസ്റ്റുകളാണ്. സ്വദേശികൾ കൂടുതൽ പേരും ഈ സമയത്ത് ഉറക്കം വിട്ടെണീറ്റിട്ടുണ്ടാവില്ല. ടൂറിസ്റ്റുകളുടെ വലിയ സംഘങ്ങൾ സ്ട്രീറ്റിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ടൂർ ഗൈഡിനൊപ്പം ഗൈഡ് പറയുന്ന കമന്ററിയും കേട്ടുകൊണ്ട് ഇയർഫോണും വെച്ച് അവരങ്ങനെ നടക്കുകയാണ്. ഇവരും എന്നെപ്പോലെ തന്നെ ട്രയംഫ് ആർച്ചിന്റെ ചുവട്ടിലേക്കാണ് പോകുന്നത്. ഏഷ്യൻ വംശജരാണ് കൂടുതലും. പാരീസ് കാണുക എന്നത് ഏഷ്യൻ വംശജരുടെയും ലാറ്റിൻ അമേരിക്കക്കാരുടെയുമെല്ലാം വലിയൊരാഗ്രഹമാണ്. ഇക്കാലത്ത് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുന്നത് ചൈനയിൽ നിന്നുമാണ്. അമേരിക്കയിൽ നിന്നുവരെ ധാരാളം ടൂറിസ്റ്റുകൾ ഓരോ ദിവസവും ഈ നഗരത്തിലെത്തുന്നുണ്ട്. എല്ലാവരുടെയും സ്വപ്ന നഗരമാണല്ലോ പാരീസ്. ഇത്തരം സ്ഥലങ്ങളിൽ നഗരഹൃദയത്തിലെ കെട്ടിടങ്ങൾക്കെല്ലാം നഗരാസൂത്രകർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഉയരമുണ്ട്, ഒരു ഭാവമുണ്ട്, ഒരു കളർ സ്കീമുണ്ട്. ഒരു കെട്ടിടത്തിന് പച്ച നിറവും മറ്റൊന്നിന് ചുവന്ന നിറവുമൊന്നും അടിക്കാൻ ഇവിടെ അനുവദിക്കില്ല. പാരീസിനെ പാരീസാക്കുന്നതും പാരീസിനെ കൊച്ചിയാക്കാതിരിക്കുന്നതും അങ്ങനെയാണ്. റെസ്റ്റോറന്റുകൾ തുറന്നുകഴിഞ്ഞു. 2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഇതിലൊന്നും ഒരു സീറ്റ് പോലും ഒഴിഞ്ഞു കിടപ്പുണ്ടാവില്ല. ജീവനക്കാർ റെഡിയായി നിൽക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്നവരാകാം ഇവർ. റെസ്റ്റോറന്റുകൾക്കകത്ത് എയർ കണ്ടീഷൻഡ് മുറിയിൽ ഇരിക്കുകയല്ല, ഇത്തരം ഓപ്പൺ സ്പേസിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഈ നഗരങ്ങളിലെയൊക്കെ രീതി. നടന്ന് ഞാൻ ഏതാണ്ട് ട്രയംഫ് ആർച്ചിന്റെ ചുവട്ടിലേക്കെത്തി. പ്രശസ്തമായ ട്രയംഫ് ആർച്ച്. ഈഫൽ ടവർ ഉണ്ടാകുന്നതിന് മുൻപ് പാരീസിന്റെ ചിഹ്നം ഇതായിരുന്നു. ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റും അതിനു മുന്നിൽ നീണ്ടുകിടക്കുന്ന രാജ്പഥം പോലെ ഇവിടുത്തെ ഏറ്റവും പ്രധാന പാതയും അതിനു നടുവിലെ കമാന ഗോപുരവുമാണ് ഇവിടെയുള്ളത്. അതിന്റെ കഥകളാണ് ടൂർ ഗൈഡുകൾ തങ്ങളോടൊപ്പമുള്ള ടൂറിസ്റ്റുകൾക്ക് വിവരിച്ചു നൽകുന്നത്. 100 കണക്കിന് ടൂറിസ്റ്റുകൾ. രാവിലെ തന്നെ ടൂറിസ്റ്റുകളുടെ വലിയ സംഘങ്ങൾ ട്രയംഫ് ആർച്ചിനു ചുറ്റും വന്ന് നിറഞ്ഞു കഴിഞ്ഞു. അവരൊക്കെ അതിന്റെ ഫോട്ടോ എടുക്കുന്നു, കഥകൾ കേൾക്കുന്നു, അതിനു മുന്നിൽ നിന്നൊരു സെൽഫി എടുക്കുന്നു. മിക്കവാറും രാവിലെ പുറപ്പെടുന്ന വിധം ടൂർ അറേഞ്ച് ചെയ്യുന്ന കമ്പനികൾ ആളുകളെ ആദ്യം കൊണ്ടുവരിക ഇവിടേക്കാണ്. ഇത്തരം ഡബിൾ ഡെക്കർ ബസ്സുകൾ പാക്കേജ് ടൂറിൽ പെടാത്തവർക്കുള്ളതാണ്. അതിൽ ടിക്കറ്റ് എടുത്തു കയറിയാൽ ഒരു ദിവസം മുഴുവൻ പാരീസിന്റെ പല കാഴ്ചകളിലേക്ക് പോകാം.
ടൂറിസ്റ്റുകൾ ട്രയംഫ് ആർച്ചിനു ചുവട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഇങ്ങനെ കണ്ടാൽ ചെറിയ നിർമ്മിതിയാണെന്ന് തോന്നും. ചെറുതൊന്നുമല്ല. ചുവട്ടിൽ നിൽക്കുന്ന ആളുകളുടെ വലിപ്പവുമായി താരതമ്യം ചെയ്താൽ യഥാർത്ഥ വലിപ്പമറിയാം. രാവിലെ ഇവിടെ ഫ്രഞ്ച് പതാക ഉയർത്തുന്ന ഒരു ചടങ്ങുണ്ട്. പോലീസുകാർ കമാനമുകളിലെ ഹുക്കിലേക്ക് ഫ്രഞ്ച് പതാക വലിച്ചുയർത്തുന്നു. ഇനി വൈകുന്നേരം വരെ ആ പതാക അങ്ങനെ പാറിക്കൊണ്ടിരിക്കും. ശില്പങ്ങളാലും കൊത്തുപണികളാലും സമൃദ്ധമാണ് ട്രയംഫ് ആർച്ച്. 1806 മുതലുള്ള 30 വർഷം കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ആർച്ച്. ഏതാണ്ട് 16 നില കെട്ടിടത്തിന്റെ ഉയരം. നെപ്പോളിയന്റെ യുദ്ധവിജയ സ്മാരകമാണിത്. 1806 ആർച്ചിന്റെ തറക്കല്ലിട്ടതും നെപ്പോളിയനാണ്. ലേ ഡിപ്പാർട്ട് ഡി എന്ന ശില്പമാണ് ഇത്. നെപ്പോളിയനുമുണ്ട് ഇതിൽ. അങ്ങനെ 4 വശത്തായി 4 വലിയ ശില്പങ്ങളുണ്ട് ട്രയംഫ് ആർച്ചിൽ. ഫ്രഞ്ച് വിപ്ലവം, നെപ്പോളിയനിക് യുദ്ധങ്ങൾ, 1-ാം ലോകമഹായുദ്ധം എന്നിവയെല്ലാമായി ഈ ആർച്ചിന്റെ ചരിത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു. 50 മീറ്ററാണ് ഇതിന്റെ ഉയരം. ട്രയംഫ് ആർച്ചിന്റെ പരിസരത്താകെ ആളുകൾ നിറഞ്ഞുകഴിഞ്ഞു. നോക്കി നിൽക്കെ ജനം വന്നുകൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റുകളുമായി ബസ്സുകൾ വരുന്നു. ഞാനീ വന്നു നിൽക്കുന്ന 10 മിനിറ്റ് കൊണ്ട് തന്നെ 100 കണക്കിന് ആളുകൾ വന്നു കഴിഞ്ഞു. ഇവരൊക്കെ ട്രയംഫ് ആർച്ച് ഒന്ന് കണ്ട് ഏതാനും ഫോട്ടോകൾ എടുത്ത് പോകുന്നതാണ് കാണുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാനൊന്നും അവർക്ക് നേരമില്ല. ഇലക്ട്രിക് സ്കൂട്ടറിൽ വരുന്നവരുമുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് പാരീസ് മുഴുവൻ കണ്ടു തീർക്കേണ്ടവരാകാം. എൻ്റെ പിന്നില് ആർക്ക് ഡേ ട്രയംഫ് എന്ന് പറയുന്ന ഫ്രാൻസിന്റെ, പാരീസിന്റെ ചിഹ്നം. ആ ചിഹ്നത്തിന്റെ മുന്നിലൂടെയാണ് ഞാൻ ഇപ്പോൾ നടക്കുന്നത്. ചാംസ് എലീസി എന്ന് പറയുന്ന തെരുവ്, വിശാലമായ രാജവീതി വന്നു ചേരുന്നത് ഇവിടെയാണ്. ഇതിന്റെ കവാടത്തിനടിയിലൂടെ അത് നീണ്ടുപോകുന്നു എന്നാണ് വിശ്വാസം. ട്രയംഫ് ആർച്ചിന്റെ ചുവട്ടിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഒരു സബ്വേ ഉണ്ട്. ഇതിലൂടെ നടന്നാൽ ട്രയംഫ് ആർച്ചിന്റെ അടിയിൽ ചെന്നെത്താം. ഞാനും അവിടേക്കിറങ്ങി. സബ്വേയിൽ ജനപ്രവാഹമാണ്. ട്രയംഫ് ആർച്ചിന്റെ ചുവട്ടിലേക്ക് പോകുന്നവരും അവിടെ നിന്നും മടങ്ങുന്നവരുമൊക്കെയായിരിക്കാം. ചാംസ് എലീസി എന്ന പാതയ്ക്ക് ഇത്രയും വീതിയുണ്ടോ എന്ന് സംശയിച്ചു പോകുന്നത് ഇതിനകത്തുകൂടി ഇറങ്ങി നടക്കുമ്പോഴാണ്. എല്ലായിടവും വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. സബ്വേയിൽ നിന്നും കയറിയെത്തിയത് ആർച്ചിന്റെ ചുവട്ടിലേക്കാണ്. ഒരു മഹാനിർമ്മിതി തന്നെയാണ് ഫ്രഞ്ചുകാർ ആർക്ക് ദേ ട്രയംഫ് എന്ന് വിളിക്കുന്ന ട്രയംഫ് ആർച്ച്. പുരാതന റോമൻ വാസ്തുവിദ്യയുടെ നിയോ ക്ലാസിക്കൽ അനുകരണമാണ് ഈ നിർമ്മിതി. പാരീസിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള ഷാറ്റേവു ലാൻഡൻ എന്ന സ്ഥലത്തെ ക്വാറിയിൽ നിന്നും കൊണ്ടുവന്ന ലൈം സ്റ്റോൺ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണകാലത്ത് ഫ്രാൻസിലുണ്ടായിരുന്ന പ്രമുഖരായ ശില്പികളെല്ലാം ഇതിന്റെ സൗന്ദര്യത്തിന് തങ്ങളുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നാണ് ചരിത്രം. ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധവിജയ കവാടമാണ് ഇത്. ഫ്രാൻസിന്റേത് മാത്രമല്ല, ജർമ്മനിയുടെയും യുദ്ധവിജയ ഘോഷയാത്ര കടന്നുപോയിട്ടുണ്ട് ഈ കമാനച്ചുവട്ടിലൂടെ. ഇവിടെ പുഷ്പങ്ങൾ അർപ്പിക്കപ്പെട്ട ഒരു കുടീരവും കെടാവിളക്കുമുണ്ട്. അജ്ഞാത പോരാളിയുടെ കുടീരം. 1-ാം ലോകമഹായുദ്ധത്തിനു ശേഷം സ്ഥാപിച്ചതാണിത്. ഇപ്പോൾ 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളിൽ മരിച്ച ഫ്രഞ്ച് സൈനികരുടെ ഓർമ്മയ്ക്കായി ഇത് നിലകൊള്ളുന്നു. എല്ലാ വർഷവും നവംബർ 11-ന് മരണപ്പെട്ട സൈനികരുടെ സ്മരണ പുതുക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ നടക്കാറുണ്ട്. ലോക നേതാക്കൾ പാരീസിലെത്തുമ്പോൾ ഇവിടെ വന്ന് പുഷ്പചക്രം അർപ്പിക്കാറുമുണ്ട്. ഫ്രാൻസിന്റെ ഏറ്റവും വലിയ വിജയങ്ങളെ പ്രതീകവൽക്കരിക്കുന്നവയാണ് ആർച്ചിന് മുകളിലെ ശില്പങ്ങൾ. പല ശില്പികൾ നിർമ്മിച്ചവയാണ് ഇവയോരോന്നും. ലേ ട്രയംഫെ ഡി എന്ന ശില്പമാണിത്. വിജയദേവതയാൽ അനുഗ്രഹിക്കപ്പെടുന്ന നെപ്പോളിയന്റെ ശില്പം. ആന്റണി ഈറ്റക്സ്, ബെർണാഡ് സുറേ, കാർലോ മറോഷെറ്റി, ജെ ഫ്യൂഷർ തുടങ്ങി വിഖ്യാതരായ ശില്പികൾ കൊത്തിയ ശില്പങ്ങൾ ഇതിലുണ്ട്. ലാ പേക്സ് ഡേ എന്ന ഈ ശില്പം ആന്റണി ഈറ്റക്സ് എന്ന ശില്പി കൊത്തിയതാണ്.
പണ്ട് ഓരോ യുദ്ധത്തിനും ശേഷം ഫ്രഞ്ച് സൈനികർ ഈ കമാനച്ചുവട്ടിലൂടെ ആഹ്ലാദാരവങ്ങളുമായി പാരീസിലേക്ക് തിരികെ വന്നു. എന്നാൽ യുദ്ധത്തിൽ കുറെ ആളുകളെ അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ നഷ്ടമായവരിൽ പ്രധാനികളുടെ പേര് ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം യുദ്ധവീരന്മാരുടെ പേരുകളുമുണ്ട്. ഫ്രഞ്ച് വിപ്ലവകാലത്തെയും നെപ്പോളിയന്റെ സൈന്യത്തിലെയും വീരന്മാരായിരുന്നു അവർ. ആർച്ചിന്റെ ചുവരിൽ ചെറിയ പൊത്തുപോലെ ഒരു കവാടമുണ്ട്. മുകളിലേക്കുള്ള വാതിലുകളിൽ ഒന്നാണ്. ആർച്ചിന്റെ മുകളിലേക്ക് പടവുകളും ലിഫ്റ്റുകളുമുണ്ട്. 1871 പാരീസ് പിടിച്ചടക്കാൻ ജർമ്മൻ സൈന്യം മാർച്ച് ചെയ്തെത്തിയത് ഈ കമാനച്ചുവട്ടിലൂടെയാണ്. ട്രയംഫ് ആർച്ചിന്റെ കാഴ്ചകളിൽ നിന്നും ഇനി മടങ്ങാം. മറ്റു പല കാഴ്ചകളിലേക്കും പോകേണ്ടതുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനി ഫ്രാൻസിനെ പിടിച്ചടക്കി പാരീസിനെ കീഴടക്കിയതിനു ശേഷം ജർമ്മൻ പട്ടാളത്തിന്റെ മാർച്ച് നടന്നത് ഈ തെരുവിലൂടെയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സഖ്യകക്ഷികളും ഫ്രാൻസും വിജയം ആഘോഷിച്ചുകൊണ്ട് അവരുടെ പട്ടാളവും നേതാക്കന്മാരും വിജയ ജാഥ നയിച്ചതും ഇതേ തെരുവിലൂടെ. അങ്ങനെ ഫ്രാൻസിന്റെ നിർണായകമായ എല്ലാ വിജയങ്ങളുടെയും ആഘോഷങ്ങളുടെയും കേന്ദ്രമാണ് ചാംസ് എലീസി എന്ന ഈ തെരുവ്. ഞാനിപ്പോൾ ഈ നടക്കുന്ന ഈ തെരുവ്.